രാവിലെ കറിക്കൊക്കെ വേണ്ടുന്ന തേങ്ങയ്ക്ക് അരച്ചപ്പം വറവിനിടാനുള്ള തേങ്ങ ഇല്ലല്ലോ എന്ന് ഓർത്തപ്പം പെട്ടെന്ന് തന്നെ ഒരു തേങ്ങ അരച്ചെടുക്കാമെന്ന് കരുതി പോയതാണ്. അപ്പോഴത്തേക്കും പാരയുടെ അവസ്ഥ ഇതാണ്, രണ്ട് ഭാഗത്തേക്കായിട്ട് ഒടിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം അമ്മയും ഞാനും കൂടെ തേങ്ങ എങ്ങനെയൊക്കെയോ കുത്തിപ്പൊരിച്ചെടുത്തിട്ടുണ്ട്. അമ്മ പൊന്നുപോലെ നോക്കി വളർത്തുന്ന ചെടിയുടെ അവസ്ഥ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. ആർക്കും വേണ്ടാതെ ആരും തിരിഞ്ഞു നോക്കാതെ തനിയെ മുളച്ചു വന്ന ചെടിയുടെ അവസ്ഥ ഇതാ ഇങ്ങനെയും. ജില്ലയിൽ പച്ചക്കറിയും ചെടിയൊക്കെ നന്നായിട്ട് തഴച്ചു വളരും എന്നൊരു അഭിപ്രായമുള്ളവർ തീർച്ചയായും ഇവിടെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെടിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു സൈഡിലേക്ക് നോക്കുമ്പം അമ്മതാ മുറ്റത്ത് ഈ ഒരു വലിയ പാത്രത്തിൽ വെള്ളം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷികൾക്ക് കുടിക്കാനാണത്രേ. എന്തായാലും നല്ല കാര്യം തന്നെ. എങ്കിൽ കൂടി നമ്മുടെ പാമ്പ് അതിഥികൾ ഇപ്പം വെള്ളം കുടിക്കാനായിട്ട് വീട്ടിലേക്കും വീട്ടിൻ്റെ അകത്തേക്കും ബെഡ്റൂമിലും ഒക്കെ കയറുന്ന സാഹചര്യത്തിൽ ഇതിവിടെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞാൻ ടെറസിൻ്റെ മേലെ കൊണ്ടുവയ്ക്കുന്നതാണ് കേട്ടോ. ഇതിവർക്ക് കുടിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അവർ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരു 5 മിനിറ്റ് വെയിലത്ത് വെച്ചാൽ തന്നെ ചുട്ട് പൊള്ളുന്ന പോലെയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതിലേക്ക് ഐസ് കട്ട വെതറി കൊടുക്കണം എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മേൽഭാഗത്ത് നിന്ന് താഴത്തെ ചെടിയുടെ ഭംഗിയൊന്ന് ആസ്വദിച്ചതാണ്. നല്ല അടിപൊളിയാണല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ പക്ഷികൾക്കുള്ള വെള്ളമൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം ഞാൻ ഒരു ബ്രഷും കടിച്ചു പിടിച്ചുകൊണ്ടാണല്ലോ ഈ പാത്രവും പൊക്കി പിടിച്ച് വന്നേക്കുന്നത്. അപ്പോൾ ഇതാ പല്ല് തേച്ചുകൊണ്ട് തന്നെ താഴത്തേക്ക് ഇറങ്ങി പോകാമെന്ന് കരുതി. താഴത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ എന്താ അമ്മയും അവിടെ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അതും വീഡിയോ എടുത്തു. മറ്റൊരാൾ പുറത്ത് വന്ന് അലറി വിളിച്ചാൽ കൂടി കേൾക്കാത്തത്രയും സൗണ്ടിൽ ഹസ്ബൻഡ് ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാനിതാ ബ്ലൗസ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് പൂർണ്ണ ഡിസൈൻസ് കണ്ണപുരത്തുള്ള ബൊട്ടിക്കിൻ്റെ വർക്കാണ് കേട്ടോ. അത് ഞാൻ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ബ്രൈഡൽ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ധനുഷിത എണീച്ച് വന്നിട്ട് അവന് ചായ കൊടുക്കുന്നുണ്ട്. കുട്ടിക്കിപ്പം സ്കൂൾ പൂട്ടിയതിന് ശേഷം കുറച്ച് ഫോണിന് അഡിക്ഷൻ കൂടിയിട്ടുണ്ട് കേട്ടോ. ധനുഷിൻ്റെ മെയിനായിട്ടുള്ള ഒരു ദിവസത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതുപോലുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും എടുത്ത് നിരത്തുക എന്നുള്ളതാണ്. ഒരു ലോഡ് കണക്കിന് കളിപ്പാട്ടങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കളിപ്പാട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് അതിലേക്ക് വെക്കണം എന്നുള്ളത്. അപ്പോൾ അവനത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വെച്ച കറികൾ മീൻകറി, അതുപോലെ തോരൻ, നമ്മൾ എലിശ്ശേരിയൊക്കെയാണ് കേട്ടോ. ഇന്നലത്തെ എലിശ്ശേരിയാണത്. ഇനി ഇതുപോലെ നമ്മൾ കറിവേപ്പില ഒന്ന് പറിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ വാറി വന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു ഉപ്പിലിട്ട മാങ്ങ അപ്പുറത്തെ രമ്യേച്ച് കൊണ്ടു തന്നതാണ് കേട്ടോ പാറക്കുട്ടി. ഇതിലേ നടന്ന് ഇതിങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. ധൻഷു ബേബി ഇതിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. അത് അവനത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ചൂടുകാലം നന്നായിട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ ദാഹവും നല്ല രീതിക്കാണല്ലേ. അപ്പോൾ ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. എങ്കിലും അവൻ എന്താ കുടിക്കാൻ നല്ല വാശി കാണിക്കുന്നുണ്ട്. എന്നാലും ഇവൻ്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഈ കറിവേപ്പില ഇവിടെ ഉണക്കാൻ ഇടുമ്പം തന്നെ ധനുഷു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് വാരി കുപ്പിയിൽ നിറയ്ക്കുന്നുള്ളത്. എനിക്ക് സമയമില്ലാത്തത് കാരണം ഞാൻ തന്നെ ഇങ്ങനെ നിറച്ചു കേട്ടോ. പുള്ളീനെ കാണാണ്ടാണ് നിറയ്ക്കുന്നത്. അവനെ കൂടെ കൂട്ടിയാൽ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ അവൻ ഉച്ചക്കുള്ള ഫുഡ് കൊടുക്കാൻ നോക്കുകയാണ്. ഞാനിതാ മുട്ട വറുക്കുകയാണ് കേട്ടോ, ബ്രക്കോളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനിതാ അപ്പുറത്തുനിന്ന് ഉണക്കാനിട്ടുന്ന കറിവേപ്പിലയാണ് അടുത്തടുത്ത് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. കറിവേപ്പില കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ധനുഷിനോട് പറഞ്ഞതൊന്നും അവന് മനസ്സിലാവാത്തതുകൊണ്ട് അവൻ്റെ വയറ്റിലെത്താൻ വേണ്ടിയിട്ട് ഞാനിതാ ചെറിയ പീസാക്കി. മൂങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൻ എടുത്ത് ചാടും കേട്ടോ. അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേറ്റർ എടുത്തു. റെഗുലേറ്ററൊക്കെ ഓൺ ചെയ്ത് കത്തിച്ചെങ്കിലും ഗ്യാസ് കത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം റെഗുലേറ്റർ അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഓഫ് ചെയ്ത് ഇടാറുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് മിക്കപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം ആയതുകൊണ്ട് എനിക്കത് വലിയ കാര്യമല്ല ഗ്യാസ്. അങ്ങനെ നമ്മുടെ മുട്ട വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ധനുഷിന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ കുറച്ച് സമയം അവനെ ഉറക്കി കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഈവനിങ് ആയപ്പോൾ അവനൊരു പഴം കൊടുക്കാമെന്ന് കരുതി. ചെറിയ പഴം ആയതുകൊണ്ട് ഞാൻ 2 എടുത്തതാണ് കേട്ടോ. പഴത്തിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങളാരും പേടിക്കേണ്ട, കാരണം അമ്മാതിരി ചൂടല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ധനുഷിൻ്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനത്തെ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് നടുറോട്ടിൽ കണ്ണുനട്ടിരിക്കുമ്പോഴാണ് പുതിയൊരു കേക്കിൻ്റെ ഷോപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് കണ്ടത് കേട്ടോ. ഇത് വരുന്നത് നമ്മുടെ ധർമ്മശാല ആന്തൂർ മുനിസിപ്പാലിറ്റീൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. അതായത് ഗേറ്റ് കടന്ന് അതിന് തൊട്ടിപ്പുറം തന്നെയാണ് വരുന്നത് ഷോപ്പ്. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ട് ഉള്ളവർ തീർച്ചയായും കമൻ്റ് ഒന്ന് അറിയിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ധനുഷുവിൻ്റെ മുടി മുറിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ മുടി മുറിക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. ചെറിയതായിരിക്കുമ്പോഴൊക്കെ അവൻ വളരെ കൂളായിട്ട് ഇരുന്നെങ്കിലും ഇപ്പം പുള്ളിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എക്സ്ട്രാ വേണം കേട്ടോ. അങ്ങനെ മുടിയൊക്കെ മുറിച്ച് കുട്ടി ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ചൊറിയുന്ന ഈ ഡ്രസ്സൊന്നും ഊരിത്തരുമെന്നൊക്കെയാണ് ആളെന്നോട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ അവൻ്റെ അച്ഛൻ്റെ മുടി വെട്ടാൻ വേണ്ടി ഇരിക്കുന്നുണ്ടേ.
പണ്ടെപ്പോൾ ഇവിടെ നിന്ന് മുടി വെട്ടാൻ തുടങ്ങിയതാണ്. അതിനുശേഷം നമ്മൾ എവിടെ പോവാതെ ഇവിടെ തന്നെ വരും കേട്ടോ. കാരണം നല്ല സർവീസാണ്. അങ്ങനെ ധൻഷു നിമിഷ നേരം കൊണ്ടൊരു ഫ്രണ്ടിനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോയി മുട്ടാൻ വേണ്ടി നോക്കുന്ന കേട്ടോ. ഇവർ പരസ്പരം അങ്ങോട്ടേക്ക് മിണ്ടുന്നില്ലെങ്കിലും അടുത്തൊക്കെ പോയി കളിക്കാനായിട്ട് പരമാവധി നോക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. അങ്ങനെ അത്യാവശ്യം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇവിടുന്ന് കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ വെട്ടാൻ. കാരണം ആ പയ്യൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു എന്ന് പിന്നെയാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്തിരി ടൈം എടുത്തതെന്ന്. അപ്പോൾ ധൻഷു ബേബി ആ ഒരു ഡോഗിനെ കണ്ടപ്പോൾ അവൻ പറയാണ്, പാവം അതിൻ്റെ മുടി മുറിക്കാനൊക്കെ വന്നതായിരിക്കും, ആരുമില്ലാണ്ട് ഒറ്റയ്ക്ക് നടക്കുക എന്നല്ലമ്മേ, അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുട്ടിക്ക് നല്ല രീതിക്ക് ബോറടിച്ചപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിക്കളിക്കാട്ടോ. അങ്ങനെ രണ്ടാളെയും മുടിയൊക്കെ കട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് വിശപ്പിൻ്റെ ഒരു വിളി ചെറുതായിട്ട് വന്നത്. അപ്പോഴേക്കും നമ്മളിതാ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഒരു ചായക്കടയുണ്ട്. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല ചായക്കടകളുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. ധർമ്മശാല സൈഡാണ്. അങ്ങനെ തട്ടുകടയിൽ എത്തിയാൽ ബ്രദേഴ്സ് തട്ടുകടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്പോട്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ എപ്പോഴും വരാറുള്ളത്. നമുക്ക് ഓരോരോ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ ഫേവറേറ്റ് ആയിട്ടുള്ള തട്ടുകട ഉണ്ടാവുമല്ലേ. തളിപ്പറമ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തീവണ്ടി അവിടെയാണ് ഇപ്പോൾ കയറാറുള്ളത്. അങ്ങനെ കണ്ണൂർ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവും ഒരു തട്ടുകടയിൽ ചായ എന്താ പറയുക, ഏത് സ്പോട്ടിലായാലും ഒരു സ്പെഷ്യൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇയാൾ ചായ വെച്ച് ഇങ്ങനെ ഇത് എന്തെന്ന് കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുത്തതാണേ. പിന്നെ അവിടുത്തെ ഐറ്റംസൊക്കെ റേറ്റ് അടക്കം ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത് ചായയും ബോണ്ടയാണ്. ഹസ്ബൻഡ് ഗ്രീൻ ടീ ആണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ധൻഷു അവൻ്റെ ഹോർലിക്സൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വീണ്ടും അയാൾ ചായ ഇതുപോലെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ഒപ്പിടാൻ വേണ്ടിയിട്ട് പോകണം അനിൽ സാറിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ അവിടത്തേക്ക് പോയിട്ട് ഒപ്പും ഇടാനുള്ള പേപ്പേഴ്സൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഈ വീട്ടിലിപ്പം അനിൽ സാറും വൈഫും മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം മുന്നേ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ദൂരത്ത് പഠിക്കുകയാണെന്ന്, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓർക്കുന്നില്ല. വളരെ നല്ല രണ്ടാൾക്കാരാണ് കേട്ടോ. അങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പം തന്നെ നമുക്ക് വളരെയധികം ഹാപ്പിനെസ് അല്ലേ. നമ്മളെപ്പോൾ പോയി കഴിഞ്ഞാൽ ഇവർ വളരെ സ്നേഹത്തോടെയാണ് ബിഹേവ് ചെയ്യാറുള്ളത്.